കഥ പാതി വഴിയിൽ ഭാഗം 12. അവതരണം ഷെറിൻ നൗഷ. മേ ഐ കമ്മിങ് സാർ? മധുരമായ ഒരു ശബ്ദം വാതിൽക്കൽ നിന്നും അലക്സിയുടെ അരികിലേക്ക് ഒഴുകി വന്നു. അയാൾ ചെയറിലൊന്ന് തിരിഞ്ഞ് വാതിലിൻ്റെ അടുത്തേക്ക് നോക്കി. ഒരു സുന്ദരി പെൺകുട്ടി അവിടെ പുഞ്ചിരി തൂയിക്കൊണ്ട് നിൽക്കുന്നു. അലക്സിയുടെ കണ്ണുകൾ വികസിച്ചു. ചുണ്ടിൽ ഒരു മന്ദഹാസം വിരിഞ്ഞു. പൂജ, ഞാൻ പിന്നീട് വിളിക്കാം. ഇവിടെ ഓഫീസിൽ അല്പം തിരക്കിലാണ്. അലക്സി കോൾ കട്ട് ചെയ്തു. യെസ്, കമ്മിങ്. അവൻ ആ പെൺകുട്ടിക്ക് അകത്തേക്ക് കയറി വരുവാൻ അനുവാദം കൊടുത്തു. അവൾ ഭംഗിയായി പുഞ്ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി വന്നു. കയ്യിലുള്ള ഒരു പേപ്പർ അവൾ അലക്സിക്ക് നേരെ നീട്ടി. സർ, ഞാൻ അഭിരാമി. മാത്യു സാർ പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. അവൾ കൊടുത്ത പേപ്പർ വാങ്ങിയ അലക്സി അത് തുറന്ന് വായിച്ചു നോക്കി. കമ്പനിയിലേക്കുള്ള അപ്പോയിൻമെൻറ്റ് ലെറ്ററാണ്. പുതിയ നിയമനം. മാത്യു സാറിൻ്റെ സ്വന്തം റെക്കമെൻഡേഷനിൽ വന്ന ഈ പെൺകുട്ടി ആരായിരിക്കും? അദ്ദേഹത്തിൻ്റെ ബന്ധുവോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആരെങ്കിലുമോ ആയിരിക്കും. ആളെ മനസ്സിലാകാതെ ഒറ്റയടിക്ക് ഒട്ടാൻ ചെന്നാൽ പണി കിട്ടിയേക്കാൻ സാധ്യതയുണ്ടെന്ന് അലക്സിക്ക് തോന്നി. അഭിരാമി, ഇരിക്കൂ. മുമ്പ് എവിടെയെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടോ? അവൻ വളരെ ഏറെ ബഹുമാനത്തോടെ തന്നെ ചോദിച്ചു. അവളുടെ ഉള്ളിൽ പകയുടെ അഗ്നി പുകഞ്ഞെരിയുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ തനിക്ക് ഇയാളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. വരട്ടെ, തീർച്ചയായും ദൈവം നല്ലൊരവസരം തരാതിരിക്കില്ല. ഇല്ല സാർ, ഞാൻ വിദേശത്തായിരുന്നു ഇത്രകാലം. ഡാഡിക്കും മമ്മിക്കും അടുത്ത്. ഈ അടുത്താണ് ഇവിടേക്ക് വന്നത്. അവൾ അയാളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. ഇയാൾക്ക് തന്നെ മനസ്സിലാകുമോ? ഓക്കെ, വരൂ, ഞാൻ തൻ്റെ വർക്കിംഗ് ഏരിയ കാണിക്കാം. അലക്സി എഴുന്നേറ്റ് അവളുടെ ഒപ്പം ആ റൂമിൻ്റെ പുറത്തേക്ക് നടന്നു. അലക്സി തന്നെ അവൾക്കൊപ്പം ചെന്ന് ജോലിയുടെ കാര്യങ്ങളെല്ലാം വിശദമായി പറഞ്ഞു കൊടുത്തു. ഓക്കെ അഭിരാമി, ഇവിടെ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി. എന്ത് സംശയമുണ്ടെങ്കിലും എന്നോട് ചോദിച്ചാൽ മതി. അവൻ വശ്യമായൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും തൻ്റെ റൂമിലേക്ക് തിരികെ നടന്നു. പോകുന്നതിനിടയിൽ അലക്സി ഒരിക്കൽ കൂടി അഭിരാമിയെ തിരിഞ്ഞു നോക്കി. ആ ഭംഗിയുള്ള മുഖവും വടിവൊത്ത ശരീരവും അവൻ കണ്ണുകളിലേക്ക് പകർത്തിയെടുത്തു. ശേഷം അവിടം വിട്ടുപോയി. അഭിരാമി തൻ്റെ മനസ്സ് കൺട്രോൾ ചെയ്തു നിൽക്കുകയായിരുന്നു. ആ ഇരുട്ടിൽ ആരും സഹായിക്കാനില്ലാതെ താൻ കിടന്ന് പുളഞ്ഞപ്പോൾ ഇവനായിരുന്നു പ്രാണൻ പോവുന്ന വേദന തനിക്ക് സമ്മാനിച്ചത്. അവൾ പല്ലുകൾ ഞെരിച്ചമർത്തി അവിടെ തന്നെ നിന്നു. ഭരത, നീ വിശേഷം അറിഞ്ഞോ? നമ്മുടെ കമ്പനിയിൽ ഒരു പുതിയ സ്റ്റാഫ് വന്നിട്ടുണ്ട്. ഞാൻ ഇന്ന് മുഴുവനും അവളുടെ കൂടെയായിരുന്നു. അലക്സി ഫോണിൽ ഭരതനോട് സംസാരിക്കുകയായിരുന്നു. പുതിയ സ്റ്റാഫോ? അതാര്? ഭരതൻ ആ സമയത്ത് ഭാര്യയോടൊപ്പം ഹോസ്പിറ്റലിലായിരുന്നു. അവളുടെ പേര് അഭിരാമി എന്നാണ്. ഒരു തകർപ്പൻ പീസ്. ചെറിയ പ്രായം, കണ്ടാൽ ആരും കൊതിച്ചു പോകുന്ന ഒരു കിളുന്ത് പെണ്ണ്. അലക്സി പെണ്ണിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ വാചാലനായി. ഭരതൻ ഭാര്യ രേണുകയ്ക്കരികിൽ നിന്നും എഴുന്നേറ്റ് അല്പം ദൂരത്തേക്ക് മാറി നിന്നു. അലക്സി, സത്യമാണോടാ താൻ പറയുന്നത്? അതോ ഞാനൊരു ദിവസം ലീവ് എടുത്തപ്പോൾ താൻ എന്നോട് വെറുതെ തകർക്കുന്നതാണോ? ഭരതൻ്റെ മുഖം ജിജ്ഞാസയിൽ മുങ്ങി. ഭരത, നീയാണേ സത്യം. ഇവളൊരു തമ്പുരാട്ടി തന്നെയാ. നിനക്കത് ആദ്യ കാഴ്ചയിൽ തന്നെ മനസ്സിലാവും. അലക്സിയുടെ വാക്കുകളിൽ ഭരതൻ്റെ മനസ്സിൽ ആകാംക്ഷ നിറഞ്ഞു. എന്തു തോന്നുന്നു നിനക്ക്? നമ്മുടെ യമുനയെപ്പോലെയാണോ? നമുക്ക് വളയുന്ന കേസാണോ? ഭരതൻ രേണുവിൻ്റെ അകലെയുള്ള കസേരയിലേക്ക് എത്തി നോക്കി. ഇന്നൊരു ദിവസം കൊണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല ഭരത. ഇത് മാത്യു സാറിനോട് അടുത്ത ബന്ധമുള്ള ആരോ ആണ്. കറക്റ്റ് മനസ്സിലാക്കിയ ശേഷം മാത്രമേ മുട്ടാൻ പാടുള്ളൂ. അലക്സി അല്പം പ്രതീക്ഷയോടെ പറഞ്ഞു. അലക്സി, രേണുവിൻ്റെ ടോക്കൺ ആവാനായിട്ടുണ്ട്. ഞാൻ പിന്നീട് വിളിക്കാം. അവൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഭരതൻ കോൾ കട്ട് ചെയ്ത് രേണുകയുടെ കൂടെ ഡോക്ടർക്കരികിലേക്ക് കയറി. വിഷ്ണുവിൻ്റെ ഫ്ലാറ്റിൽ അന്നത്തെ രാത്രിയിൽ അഭിരാമി തനിച്ചായിരുന്നു. അവൾ പുറത്ത് നിലാവിലേക്ക് നോക്കിയിരുന്നു. മഹി പറഞ്ഞത് ശരിയാണ്. ഭരതനെയും അലക്സിയെയും കൊലപ്പെടുത്തുകയല്ല വേണ്ടത്. അവരുടെ ജീവിതം അവരറിയാതെ നശിപ്പിച്ച് കളയണം. ഓരോ നിമിഷവും അവർ വേദനയും പേറി ജീവിക്കണം. അതിനുള്ള അവസരം താൻ സൃഷ്ടിച്ചെടുക്കുകയാണ് വേണ്ടത്. പുറത്ത് നല്ല നിലാവുണ്ട്. തണുത്ത കാറ്റ് അവളെ തഴുകി കടന്നുപോയി. ആ സമയത്താണ് താഴെ തിരക്കൊഴിഞ്ഞ റോഡിലൂടെ ഫ്ലാറ്റിന് മുൻപിലേക്ക് ഒരു കാറ് വന്ന് നിർത്തിയത്. മഹിയുടെ കാറ് പോലെ അവൾ മനസ്സിലോർത്തതും മഹേഷ് വണ്ടിയിൽ നിന്നും പുറത്തേക്കിറങ്ങി വന്നിരുന്നു. അവൾ പെട്ടെന്ന് എഴുന്നേറ്റ് പുറത്തേക്കിറങ്ങി വന്നു.
അബി, താൻ കിടന്നില്ലേ? അവൻ അകത്തേക്ക് കയറി വന്നു. താൻ ഇവിടേക്ക് ഈ രാത്രിയിൽ എന്തിനാ വന്നത്? അശോകൻ സാറും ദേവകി ആൻറ്റിയും ഒന്നും തന്നെ അന്വേഷിക്കില്ലേ? അഭിരാമിയുടെ മുഖത്ത് ഉത്കണ്ഠ നിറഞ്ഞു. ഞാൻ അവരോട് വിവേകിൻ്റെ വീട്ടിലേക്ക് ഇന്ന് പറഞ്ഞാണ് ഇറങ്ങിയത്. പിന്നെ വിസ്തരിച്ച് ചോദ്യം ചെയ്യാനുള്ള ആളിപ്പോൾ അവിടെ ഇല്ലല്ലോ. അവൾ എന്നെ ഉപേക്ഷിച്ച് പോയില്ലേ? മഹേഷ് നിരാശ നിറഞ്ഞ മുഖവുമായി അകത്തേക്ക് നടന്നു കയറി. അവൾ അവിടെ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. പപ്പയും അമ്മയും ഒന്നും എന്നെ കൂടുതൽ വിസ്തരിക്കാറില്ല. താൻ ഇവിടെ രാത്രിയിൽ തണിച്ചാണല്ലോ എന്നോർത്തപ്പോൾ എനിക്കവിടെ കിടന്നിട്ട് ഉറക്കം വന്നില്ല. അവൻ ആർദ്രമായി അവളുടെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ അത്ര അടുപ്പമുള്ള സംസാരം കേട്ട അഭിരാമിക്ക് മാനസികമായി എന്തോ പ്രയാസം തോന്നി. അവളുടെ മുഖം വിളറിയത് മഹേഷ് ശ്രദ്ധിച്ചു. അഭിരാമി, നീ തെറ്റിദ്ധരിക്കണ്ട. ഇന്ന് നീ ആദ്യമായി ഓഫീസിൽ പോയതല്ലേ? എനിക്ക് അവിടുത്തെ വിശേഷങ്ങൾ അറിയണം. താൻ അലക്സിയെയും ഭരതനെയും കണ്ടോ? അവരുടെ സമീപനം എങ്ങനെയാണ്? അവൾ ആവേശത്തോടെ മഹേഷിൻ്റെ അരികിലെത്തി. ഞാൻ കണ്ടു മഹി. അലക്സി എൻ്റെ കൺമുന്നിലൂടെ ആളായി നടക്കുന്നത് ഞാൻ കണ്ടു. ഓഫീസിൽ ഒരുപാട് സ്റ്റാഫ് ഉണ്ടായിട്ടും അവൻ തന്നെയാ എൻ്റെ കൂടെ വന്നതും ക്യാബിൻ കാണിച്ചു തന്നതും. എൻ്റെ വർക്കിൻ്റെ കാര്യമെല്ലാം അവൻ തന്നെ എന്നെ വിശദമായി പറഞ്ഞു തന്നു. അയാൾ നൈസായി എന്നോട് ഒട്ടാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പിടികൊടുക്കാതെ മാറി നിന്നതാ. അവളുടെ വാക്കുകൾ ആത്മവിശ്വാസമുള്ളതായിരുന്നു. താൻ പോയി കിടന്നോളൂ അബി. എല്ലാം നമ്മൾ വിചാരിച്ച പോലെ തന്നെ സംഭവിക്കും. അവർ രണ്ടാളും നമ്മുടെ വഴിക്ക് വരും. ഞാൻ അപ്പുറത്തെ റൂമിലുണ്ടാവും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. മഹേഷ് പെട്ടെന്ന് തന്നെ അവൻ്റെ മുറിയിലേക്ക് കയറി വാതിലടച്ചു. എന്താണ് അലക്സി? കൂടെ താമസിക്കാൻ വിവാഹം കഴിയണ്ട എന്ന് പറഞ്ഞല്ലേ താൻ എന്നെ എൻ്റെ വീട്ടിലേക്ക് പോവാൻ സമ്മതിക്കാതെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്? എന്നിട്ട് ഒരു ദിവസം പോലും ലീവെടുത്ത് എൻ്റെ കൂടെ നിൽക്കാതെ ഇന്ന് ഓഫീസിലേക്ക് പോവാണോ? പൂജയുടെ മുഖത്ത് പരിഭവം നിറഞ്ഞു. എൻ്റെ പൊന്നു പൂജ, ഓഫീസിൽ ഈ ആഴ്ച ഭയങ്കര തിരക്കാണ്. ലീവെടുക്കാൻ പറ്റിയ ഒരു സാഹചര്യം അവിടെ ഇല്ല. മാത്യു സാറ് എന്നെ നേരിട്ട് വിളിച്ച് പറഞ്ഞിരിക്കുക ഈ മാസം ഇനി ആർക്കും ലീവ് കൊടുക്കരുതെന്ന്. അപ്പോൾ പിന്നെ ഞാൻ തന്നെ എങ്ങനെയാണ് ലീവ് എടുക്കുന്നത്? നീ ആവശ്യമില്ലാതെ ടെൻഷൻ ആവല്ലേ. ഇപ്പോൾ പണ്ടത്തെ പോലെയാണോ? ഇനി അങ്ങോട്ട് എന്നും നീ എൻ്റേത് തന്നെയല്ലേ? അവൻ പ്രണയത്തോടെ അവളെ കെട്ടിപ്പുണർന്ന് കവിളിലൊരു മുത്തം നൽകി. പൂജയുടെ എല്ലാ പിണക്കവും പരിഭവവും അലിഞ്ഞില്ലാതായി. എന്തുകൊണ്ടോ അലക്സിക്ക് അന്ന് ഓഫീസിലേക്ക് പോകണമെന്ന് തന്നെ നിർബന്ധം തോന്നി. അഭിരാമിയെ കാണണമെന്നും അവളെക്കുറിച്ച് കൂടുതലായി അറിയണമെന്നും അവന് ആഗ്രഹമുണ്ടായിരുന്നു. പാതി വഴിയിൽ കഥയുടെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത പാർട്ടുമായി ഉടനെ വരുന്നതാണ്.